ഹംസയും 2 ഭാര്യമാരുമാണ് എന്നോടൊപ്പം. നമസ്കാരം. ഇതെങ്ങനെ സാധിക്കുന്നു? എങ്ങനെ പോകുന്നു ജീവിതം? എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. ഞങ്ങൾ നല്ല കൂട്ടുകാരെ കണക്കെല്ലാം അടിച്ചു പൊളിച്ചു. എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഐക്യം തന്നെയാണ്. അനീഷ കല്യാണം കഴിച്ചിട്ട് 11 വർഷം. 11 വർഷം. അദ്ദേഹത്തെ കല്യാണം കഴിച്ചിട്ട് 2 വർഷം. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. അനീഷക്ക് രണ്ടാമത് ഇങ്ങനെ ഒരു കാര്യം ഹംസ വന്ന് പറയുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത്? ചില നിർണയ ഘട്ടത്തിൽ എനിക്കിങ്ങനെ സംഭവിച്ചു. ഇനിയിപ്പോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, ഒരു നിലവിളക്കെടുത്ത് അവളെ സ്വീകരിക്കും. അത് എല്ലാ ഭാര്യമാരെ കണക്കിന് ഫസ്റ്റ് ഞാനും അംഗീകരിച്ചില്ല. ഞങ്ങളുടെ ഇടയിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായി. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. ബഹളം എന്ന് വെച്ചാൽ നല്ല ബഹളം തന്നെയാണ് നടന്നിരുന്നത്. അത് നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാര്യങ്ങളൊക്കെ അറിയാം. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുള്ള സ്ത്രീയെ സ്നേഹിക്കാൻ പോകുമ്പോൾ റിസ്ക് എലമെന്റ് കൂടുതലാണ്. അതെ അതെ. അത് കഴിഞ്ഞ് അവിടെ ആങ്ങൾ ഓടിച്ചിട്ട് അടിച്ച് ICU ബ്ലഡ്. ഞങ്ങളൊരു 9 പേരല്ലേ, 9 പേരൊന്ന് ബൈക്കിലൊരു ട്രിപ്പ് പോയി. തെളിയിച്ച് പറയടോ. അപ്പൊ എന്റെ കൂടെ വരേണ്ട ആള് വേറെ ആയിരുന്നു, ഒരു ഫ്രണ്ട് ബോയ് ആയിരുന്നു. ആള് വന്നില്ല. അപ്പം പകരം എന്റെ ബൈക്കിൽ ബാക്കിൽ കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് നൈസാക്കാണ്. അല്ലെങ്കിലും കാലന് വഴി തെറ്റില്ലടാ, അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ. തൃപ്രയാറെന്ന് പറഞ്ഞ വഴിക്ക് ഈ ആറ്റബോംബം കൈ പിടിച്ചോണ്ടാണ് അളിയും വന്നത്. ഞങ്ങൾ അത്ര കൊച്ചിലോട്ട് ഞങ്ങൾ അറിയാവുന്ന ആൾക്കാരാണ്. നല്ലതാ, പരിചയമുള്ളവരെ തന്നെ ഉഞ്ചിക്കുന്നത് നല്ലതാ, ഇല്ലടാ? ഈ 11 വർഷം ദാമ്പത്യം മാത്രമല്ല, 10 വർഷം സ്നേഹിച്ചിട്ടാണ് പിന്നെ കറക്റ്റ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കാണ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെടുന്നത്. നീനൊന്നും പറയണ്ടേട്ടാ, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. നിനക്കിപ്പോ പഴയതൊന്നും ഓർമ്മ കാണില്ല. ആദ്യമേ നിങ്ങൾക്കിടയിൽ ഒരു പ്രണയം ഉണ്ടായില്ല, അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അപവാദ പ്രചരണം നടത്തി. അപവാദ പ്രചരണം, അതാണ് എന്റെ കറക്റ്റ് ആൻസർ. അപവാദ പ്രചരണം പിന്നീട് നിങ്ങൾ സത്യമാക്കി. അത് നമ്മൾ സത്യമാക്കി തൊണ്ടി സഹിതം ഞാൻ പിടികൂടിയിരിക്കുക. ഞങ്ങൾ ആ അന്നത്തെ കാലത്തേക്ക് എന്തുണ്ടെങ്കിലും ഒന്ന് എന്നോട് ഷെയർ ചെയ്യും. ഈ ഒരു കാര്യം ഒഴിച്ച് എനിക്ക് എല്ലാ കാര്യം എന്നോട് ഷെയർ ചെയ്യുക. പിന്നെ ഒരു നാരി വിശ്വസിക്കരുത്. നൈസയ്ക്ക് അപ്പൊ തിരിച്ചിഷ്ടം തുടങ്ങിയപ്പോ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ഇത് തോന്നിയിരുന്നു. സ്നേഹിക്കുന്നത് കുറ്റമാണോ? നോക്കിയും കണ്ടും സ്നേഹിച്ചില്ലെങ്കിൽ സ്നേഹവും ഒരു കുറ്റമായെന്ന് വരും. ഉണ്ട്, ശരിയാണോ തെറ്റാണോ നമുക്ക് തോന്നുമല്ലോ. കുറ്റസമ്മതം നടത്തി തടിത്തപ്പാമെന്ന് നീ കരുതണ്ട. ഒരിക്കലും അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. അനിയനെ സംസാരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തിട്ട് എന്താ സംസാരിച്ചത്? ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്താല് അതൊരു ബോംബിടലായിരുന്നു. വീട്ടിലോട്ട് അനിയ കയറി ചെല്ലുമായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. ഞാൻ ഒരിക്കലും അനിയനെ കുറ്റം പറഞ്ഞില്ല. ഇപ്പൊ അങ്ങനെ ആയോ? നൈസ പെട്ടെന്നൊരു ദിവസം രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ. അപ്പൊ ഇവിടെ നാട് മൊത്തം അറിഞ്ഞ് സ്നേഹിച്ച പെണ്ണിനോട് ഞാൻ ചോദിച്ചു എന്നോടൊപ്പം ഇറങ്ങി വരാൻ പറ്റുമോന്ന്. ഓൺ ദ സ്പോട്ടിൽ എന്നോടൊപ്പം ഇറങ്ങി വന്നു കളഞ്ഞടേ അമ്മ തന്നെ. അതാ ഞാൻ പറഞ്ഞത്, പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്, അവര് ചതിക്കും.